പ്രായപൂർത്തിയാകാത്ത വൈറൽ പെൺകുട്ടിയുടെ വിവാദ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേർന്ന മധ്യപ്രദേശ് സർക്കാർ. അഡീഷണൽ സോളിസിറ്റർ ജനറൽ അഡ്വക്കേറ്റ് എസ് വി രാജുവും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി സജിത് കുമാറും മധ്യപ്രദേശ് സർക്കാരിനായി കേരള ഹൈക്കോടതിയിൽ ഹാജരാകും. പെൺകുട്ടിയെ വിവാഹം ചെയ്ത മുഹമ്മദ് ഫർമാനെതിരെ മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. മുഹമ്മദ് ഫർമാനും വൈറൽ പെൺകുട്ടിയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചു എന്നുള്ളതാണ്. രേഷ്മ ബാബു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. രേഷ്മ, ഈ കേസ് അത് എന്തായി എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വാർത്തയുടെ കൃത്യമായ ഒരു അപ്ഡേറ്റ് അറിയണമെങ്കിൽ അത് ജനം TV കാണണം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. കാരണം ഈ വാർത്തയെ തന്നെ വളച്ചൊടിച്ച് മറ്റു രീതിയിൽ മറ്റു മാധ്യമങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമുക്ക് ഇത് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പറയൂ, എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഖി ഗൗതം, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ച സംഭവത്തിൽ മുഹമ്മദ് ഫർമാൻ, അതായത് ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഫർമാനും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയും ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഫർമാന്റെ അറസ്റ്റ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ മാസം 20-ാം തീയതി വരെ തടഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് മധ്യപ്രദേശ് സർക്കാരിനെ ഹൈക്കോടതി ഈ കേസിൽ, അതായത് ഈ ഹർജിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേർക്കുകയും നിലപാട് മറുപടി ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ കേരള ഹൈക്കോടതിയിൽ 2 അഭിഭാഷകരെ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഹർജിയിന്മേൽ അല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ ഹാജരായിക്കൊണ്ട് വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാനായിട്ട് നിയമിച്ചിരിക്കുകയാണ്. ഒരാളെന്ന് പറയുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള SV രാജു ആണ്. മറ്റൊരാൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചിട്ടുള്ളത് അഡ്വക്കേറ്റ് വി സജിത് കുമാറിനെയാണ്. ഇരുവരുമാണ് മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടിയിട്ട് ഇനി ഈ കേസിൽ അല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ ഹാജരായിക്കൊണ്ട് നിലപാട് വ്യക്തമാക്കുക. മെയ് 20 വരെയാണ് അറസ്റ്റ് തടഞ്ഞിട്ടുള്ളത്. മെയ് 20-ാം തീയതി തന്നെ ഹൈക്കോടതി പ്രസ്തുത മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. മുഹമ്മദ് ഫർമാനും ഈ പെൺകുട്ടിയെ നൽകിയിട്ടുള്ള ഹർജിയിൽ പറയുന്നത് കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവാഹം നടത്തിയിട്ടുള്ളത്. ആധാർ രേഖയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് തിരിച്ചറിയൽ രേഖകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ സംസ്ഥാന സർക്കാർ നിലപാടൊന്നും തന്നെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടില്ല. അതിൽ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടന്നത്. ആ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ അത് വ്യാജമാണോ അല്ലെങ്കിൽ യഥാർത്ഥമാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു മറുപടി സംസ്ഥാന സർക്കാരിന് നൽകാൻ സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ കക്ഷി ചേർത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നിട്ടുള്ളത്. അതായത് കക്ഷി ചേർക്കപ്പെട്ട മധ്യപ്രദേശ് സർക്കാർ അവരുടെ മറുപടിയും അതോടൊപ്പം തന്നെ റിപ്പോർട്ടും ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. എന്തായാലും വ്യാജരേഖകൾ ചമച്ചു എന്നത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിലനിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് മാത്രമാണ് ഈ തിരിച്ചറിയൽ രേഖകൾ ഈ പെൺകുട്ടിയുടെ പേരിൽ എടുത്തിട്ടുള്ളത്. അത് പിന്നീട് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ആധികാരികത അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള വാദങ്ങൾ തന്നെയായിരിക്കും മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ 2 അഭിഭാഷകരെ, ഏറ്റവും പ്രശസ്തരായിട്ടുള്ള 2 അഭിഭാഷകരെ നിയമിച്ചിട്ടുള്ളത്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള SV രാജു കൃത്യമായിട്ട് എല്ലാ കേസുകളിലും ഈ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കേസുകളിലൊക്കെ തന്നെ ഹൈക്കോടതിയിൽ ഓൺലൈനായിട്ടൊക്കെ തന്നെ ഹാജരാകാറുണ്ട്. ഇതിൽ VHP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ നേരത്തെ തന്നെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കാരണം ഇതിൽ വലിയൊരു അജണ്ട തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ ആരോപണം ഉന്നയിച്ചു വന്നത് VHP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ തന്നെയാണ്. അതിന്റെ പേരിൽ അവർക്ക് നിരവധി പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ VHP നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കും നടപടിയിലേക്കും ഒക്കെ തന്നെ കടന്നിരുന്നു. എന്തായാലും ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിലാണ് മധ്യപ്രദേശ് സർക്കാർ കേരള ഹൈക്കോടതിയിൽ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഫർമാന്റെയും പെൺകുട്ടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ 2 അഭിഭാഷകരെ നിയമിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് AST ആയിട്ടുള്ള SV രാജു ആണ്. മറ്റൊന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചിട്ടുള്ളത് അഡ്വക്കേറ്റ് വി സജിത് കുമാറിനെയാണ്. എന്തായാലും VHPയുടെ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. രാഖി. ശരി.